മൃണാൾ സെല്ലിൻ്റെ മൃഗയ എന്ന ചലച്ചിത്രം ടാഗോർ തിയേറ്ററിൽ വെച്ച് കണ്ടതിനെപ്പറ്റി ONV കുറുപ്പ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ഓർമ്മയെപ്പറ്റിയുള്ള ഒരു പ്രഭാഷണത്തിൽ നടത്തിയ ഓർമ്മയായിരുന്നു. തോപ്പിൽ ഭാസിയുടെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ആ പ്രഭാഷണം എടുത്തു ചേർക്കാൻ അനുവദിച്ചിട്ടുണ്ട്. മൃണാൾ സെൻ മൃഗയ സംവിധാനം ചെയ്തപ്പോൾ ആ സിനിമയിലെ നായകൻ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയോ വെടികൊണ്ട് മരിക്കുകയോ ചെയ്യുന്ന ഒരു രംഗത്തിലാണ് അവസാനിക്കുന്നത്. ആ രംഗം കഴിയുമ്പോൾ മൃഗയ അവസാനിക്കും. ONV പറയുന്നത്, അപ്പോൾ മൃണാൾ ദാ സ്ക്രീനിൽ തൻ്റേതായ ഒരു വാക്യം എഴുതി ചേർത്തിരുന്നു. ഈ തൂക്കുമരത്തിലെ ദൃശ്യം കാണുമ്പോൾ നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കണേ കാണികളെ എന്നായിരുന്നു. സാധാരണ ദേശഭക്തി ഗാനങ്ങൾക്ക് മാത്രം കൊടുക്കാറുള്ള ആ ആദരവ് തൻ്റെ ചലച്ചിത്രത്തിലെ നായകന് തൻ്റെ ചലച്ചിത്രത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ONV സാർ പറയും, നിങ്ങൾക്കങ്ങനെ ഒന്ന് എണീറ്റ് നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വട്ടം KPSCയുടെ കലാകാരന്മാർക്ക് മുന്നിൽ എണീറ്റ് നിൽക്കേണ്ടി വരും. ഞാനത് പറയുന്നതിന് കാരണം കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ച രാഷ്ട്രീയമായി സൃഷ്ടിച്ചെടുത്ത KPSCയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഏറ്റവും വലിയ സംഭാവനയായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. ആ നാടകത്തിൻ്റെ ഒടുവിലാണല്ലോ പരമപിള്ള ആ കൊടിയുങ്ങത മക്കളെ ഞാനിതൊന്ന് പിടിക്കട്ടെ എന്ന് പറയുന്നത്. ആ ചുവന്ന കൊടിയുങ്ങത മക്കളെ ഞാനതൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ, ഉയരെ പിടിക്കട്ടെ എന്ന സ്ക്രിപ്റ്റ് വായിച്ചു പോലും നോക്കാതെ തിരുവനന്തപുരത്തെ അന്നത്തെ ജില്ലാ കളക്ടർ അബ്ദുസ്സലാം അതിനെ നിരോധിക്കുകയുണ്ടായി. അത് നിരോധിച്ചത് നാം ഈ സമ്മേളനം നടത്തുന്ന കോവളത്തേക്ക് ആ നാടകവണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ആ നിരോധനം മുന്നിൽ വെച്ചിട്ട് ആ നാടകം കളിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ KPSCയുടെ സെക്രട്ടറിയും മാനേജരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചത് ആ നാടകം ഇവിടെ കളിക്കുമെന്ന് തന്നെയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നെങ്കിൽ പോലീസുകാർ വരട്ടെ, ആ നാടകം പോലീസുകാർ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ ആ അറസ്റ്റിന് നേരിടും എന്ന നാടകത്തിലെ അഭിനേതാക്കൾക്ക് ധൈര്യം കൊടുത്തത് കോവളത്തെ അന്നത്തെ പ്രബുദ്ധരായ ജനക്കൂട്ടമായിരുന്നു എന്നത് ഈ സമ്മേളനത്തിൻ്റെ ഒരു വലിയ മുദ്രാവാക്യമായി ഞാൻ കേൾക്കുകയാണ്. ഒരുപക്ഷെ ആ മുദ്രാവാക്യത്തിൻ്റെ ചുവട് എവിടെ നിന്ന് വന്നു എന്ന് ഈ മീറ്റിങ്ങിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഞാൻ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ രാധാകൃഷ്ണൻ സഖാവ് പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. തലകൊണ്ട് അമ്പലത്തിലെ മണിയെ അടിക്കാം എന്ന് കൃഷ്ണപിള്ള സഖാവ് കാണിച്ചു തന്നല്ലോ. തലകൊണ്ടടിക്കാൻ ആർക്കും പറ്റും, പക്ഷേ തലയിൽ ചാണകമായിരിക്കരുത് എന്നുള്ള ഒരു ബുദ്ധി അതിലുണ്ട്. തലച്ചോറ് കൊണ്ടാണ്, തലയോട്ടി കൊണ്ടല്ല കൃഷ്ണപിള്ള ഗുരുവായൂരമ്പലത്തിലെ മണിയിൽ അടിച്ചത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പിന്നീട് പറയാതെ പറയും. ബഷീറിൻ്റെ ഉമ്മായും പറയും, മോനെ നിനക്ക് എവിടെന്ന് കിട്ടി ഈ പുഷ്കടിമുണ്ട് എന്നാണ് ചോദ്യം. അയാൾ ഖദറും ധരിച്ച് വീട്ടിലേക്ക് വരുന്നു. എവിടെന്ന് കിട്ടി മോനെ നിനക്ക് ഈ പുഷ്കടിമുണ്ട്? ഗാന്ധിയുടെ ഖദറിനെ കുറിച്ചിട്ടാണ് ഉമ്മ ചോദിക്കുന്നത്. ഈ പുഷ്കടിമുണ്ടിൻ്റെ സഹോദരനെ അടിച്ചുകൊണ്ട് പോയ ആളാണ് P. കൃഷ്ണപിള്ള. ആ കൃഷ്ണപിള്ള തലച്ചോറ് കൊണ്ടടിച്ച മണിയെപ്പറ്റി, ആ മണിയുടെ ഇവല്യൂഷനെപ്പറ്റി ഡാർവീനിയൻ സിദ്ധാന്തം ഉപയോഗിച്ച് പറഞ്ഞാൽ അതിൻ്റെ പരിണാമത്തെപ്പറ്റി, ഇനിയും 1000 മണികളടിക്കാൻ തലയിൽ അവശേഷിക്കുന്ന തലച്ചോറുകളെപ്പറ്റി പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സഖാവ് ഇവിടെ സംസാരിച്ചു. അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് പ്രിയപ്പെട്ട കാർത്തികേയൻ സാർ സംസാരിച്ചത്. ഞാൻ ആ നേരം മുതൽ ആലോചിക്കുകയാണ് ഇവിടെ കേൾക്കുന്ന ആ ഉയർന്ന കയ്യടികളെപ്പറ്റി. ആ കയ്യടികൾ നമുക്ക്
ചെവികൾ കൊണ്ടാണോ കേൾക്കാൻ പറ്റുക? മുന്നിലെ കടലാണ്. ഈ കടൽ നവോത്ഥാനത്തിൻ്റെ കടലാണ്. 10000-2000 കൊല്ലങ്ങൾക്ക് മുൻപ് അങ്ങ് പെരിപ്ലസിൽ നിന്നൊരു കപ്പൽ ഈ കേരളത്തിലൂടെ കടന്നുപോയതിനെപ്പറ്റി ഞങ്ങൾ ചരിത്ര ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. ഞാൻ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് കാർത്തികേയൻ സാറിനോളം ചരിത്ര വീക്ഷണം, അതിൻ്റെ മെത്തഡോളജി എനിക്കില്ല. ഞാൻ നീട്ടി സംസാരിക്കാനുമല്ല കേട്ടോ പോകുന്നത്. ഇവരെല്ലാം സംസാരിച്ചതിൻ്റെ ചുവട് പിടിച്ച് വളരെ ചെറിയ ഒരു വർത്തമാനം നടത്തി ഞാൻ അവസാനിപ്പിക്കും. ആ പുസ്തകത്തിൻ്റെ പേര് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്നാണ്. ആ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ, ഹിപ്പാലസ് പേർഷ്യയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക്, ഭാരതത്തിലേക്കെന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കപ്പലുകൾക്ക് വരാനുള്ള ഒരു സുഗമപാതയുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ പിൽക്കാല ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. ആ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീയിൽ നൗറ, തിൻഡിസ്, മുസിരിസ് ഈ തുറമുഖങ്ങളെക്കുറിച്ചെല്ലാം പറയും. ആ തുറമുഖങ്ങളിലേക്ക് വരുന്ന ആനക്കൊമ്പുകളെപ്പറ്റി പറയും, പട്ടുകുപ്പായങ്ങളെക്കുറിച്ച് പറയും. അത് ഇടുക്കി ജില്ലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരിതാരത്തെക്കുറിച്ച് പറയും. ആ കപ്പൽ ബലിത പിന്നിട്ട് കന്യാകുമാരിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയും. കുമാരിയിലേക്ക് ചെന്നാൽ അവിചാരിതമായി പറയുകയാണ്, ആനുഷംഗികമായി പറയുകയാണ്, സാറ് ചുടലമാടനെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ കുമാരി ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തൊരു മ്യൂസിയം ഇപ്പോഴുമുണ്ട്. പണ്ടത് കേരളത്തിൻ്റെതായിരുന്നല്ലോ. ആ മ്യൂസിയത്തിൽ ചെന്നാലും നമുക്ക് ചുടലമാടനെ കാണാം. ചുടലമാടൻ എന്നാൽ ശവപ്പറമ്പിൽ നാട്ടുന്ന കല്ലാണ് ചുടലമാടൻ. ഈ ചുടലമാടനാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചലച്ചിത്രത്തിൽ ആത്മവിദ്യയെ പഠിപ്പിച്ചു തന്ന പാട്ട്. ആത്മവിദ്യാലയമേ എന്ന് തിക്കുറിശി ഒരു കമ്പുകൊണ്ട് കുത്തി ചിതയിൽ നിന്ന് ഫീനിക്സിൻ്റെ പക്ഷികളെ ONVൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറപ്പിക്കുന്ന ഒരു ഗാനം നമുക്ക് ഓർമ്മയുണ്ട്. ഈ ചുടലമാടനെ നമുക്ക് ഇന്ന് കാണണമെങ്കിൽ മുസ്ലിം പള്ളികളുടെ മീസാൻ കല്ലുകൾ ശ്രദ്ധിച്ചാൽ മതി. ചുടലമാടനും മീസാൻ കല്ലിനും ഒരേ രൂപമാണെങ്കിൽ ആ ഒരേ രൂപത്തിൻ്റെ പേരാണ് കൾച്ചറൽ സിംബയോസിസ്. അതിൻ്റെ പേരാണ് സാംസ്കാരിക സഹവർത്തിത്വം. എൻ്റെ ദൈവം നിന്റെ ദൈവം എന്ന വ്യത്യാസമില്ല. ഇപ്പോൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ഏറെ ദൂരെയൊന്നുമല്ലല്ലോ തൊട്ടപ്പുറത്ത് വിഴിഞ്ഞം പള്ളി കിടക്കുന്നത്. വിഴിഞ്ഞത്തെ പള്ളിയിൽ അങ്ങ് തക്കലയിലെ പീര് മുഹമ്മദ് വലിയുള്ളായുടെ ഒരു കവിത ചൊല്ലും. ജ്ഞാനപ്പുകഴ്ചി എന്നാണ് പേര്. ഈ ജ്ഞാനപ്പുകഴ്ചി തക്കലയിൽ കൊളുത്തി 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 കേരളം കടന്ന് ബാലരാമപുരം കടന്ന് വിഴിഞ്ഞത്ത് വരും. വിഴിഞ്ഞത്ത് വരുമ്പോൾ കടൽ കേൾക്കാൻ വേണ്ടി ചൊല്ലുന്ന ജ്ഞാനപ്പുകഴ്ചിയുടെ ആരുസിർക്ക് കഴുനടിലടി യാസിരിയ വിരുദ്ധത്തിൻ്റെ 3ാമത്തെ വരിയിൽ പറയുന്നത് ഇതേ ശിവനെക്കുറിച്ചിട്ടാണ്. ശക്തി മായ്ച്ച് ശിവനായിന്ത കാരണി തന്നിലാക്കിപ്പ് പത്തിയാ എന്നെ വളർത്ത. ഇതാണ് കൾച്ചറൽ സിംബയോസിസ്. എനിക്ക് ദൈവങ്ങളുടെ ഇടയിൽ ഭേദബുദ്ധിയില്ല. അള്ളാനെക്കുറിച്ച് പറയുമ്പോൾ, മുഹമ്മദ് മുസ്തഫാനെക്കുറിച്ച് പറയുമ്പോൾ, ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മണ്ണിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ദൈവശക്തി വിചാരങ്ങളെക്കുറിച്ച്, ചുടലമാടനെക്കുറിച്ച് പറയുന്ന ആ കൾച്ചറൽ സിംബയോസിസിനെ തൊട്ടിട്ട് കടന്നുപോയ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീയുടെ കപ്പൽ ബലിത എന്ന് പറയുന്ന വിഴിഞ്ഞത്തെ താണ്ടിപ്പോയതിനെക്കുറിച്ച് പറയും. ആ കടലിലേക്ക് നോക്കിയിട്ടാണ് നമ്മുടെ നവോത്ഥാന ആചാര്യന്മാരിൽ ഉത്തുംഗ ശൃംഗനെന്ന് പറയാൻ കഴിയുന്ന ശ്രീനാരായണ ഗുരു സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചത്. തൊട്ടപ്പുറത്തല്ലേ? അത് കുന്നുംപാറ ക്ഷേത്രത്തിൻ്റെ മുകളിലല്ലേ? കുന്നുംപാറേൻ്റെ മുകളിൽ തപസ്സിരുന്നിട്ട് ഗുരു കണ്ടത് ഈ ബലിതയുടെ സമുദ്രമാണ്. ഗുരുവിനെ കുന്നുംപാറയിലേക്ക് എത്തിക്കാൻ നിമിത്തമായി തീർന്ന ഒരു തൈക്കാട്ട് അയ്യാസ്വാമിയുണ്ട്. ആ അയ്യാസ്വാമിനെ ഗുരു പിന്നീട് ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ ഒരു പാഠമുണ്ട്. അയ്യാസ്വാമി ഒരു ആൽക്കെമിസ്റ്റ് ആയിരുന്നത്രേ. അദ്ദേഹം എപ്പോഴും നീലക്കൊടുവേല് കൊണ്ടുവരാൻ പറയും. സാറ് പറഞ്ഞ യുക്തിബോധം പ്രവർത്തിക്കുക. കരിയും കരിമരുന്നും എന്തിന് എന്ന് ചോദിച്ച ഗുരു, തൻ്റെ ഗുരു തനിക്ക് നീലക്കൊടുവേലി കൊണ്ടുവരണം, ഊതിക്കാച്ചിയെടുത്ത് പൊന്നാക്കാൻ. അദ്ദേഹം എപ്പോഴും പൊന്നിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അത് വാസ്തവമായാലും അല്ലെങ്കിലും ആ തൈക്കാട്ടയ്യ സ്വാമീൻ്റെ അടുക്കൽ ഗുരു പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന ലൈറ്റ്, ഓ വേർ ഈസ് ദ ലൈറ്റ്, ടാഗോറിൻ്റെ വരിയാണ്. എവിടെയാണ് വെളിച്ചം?
എവിടെയാണ് ഈ വെളിച്ചം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? കിൻഡിൽ ഇറ്റ് വിത്ത് ദ ബേണിംഗ് ഫയർ ഓഫ് ഡിസയർ. നിശ്ചയദാർഢ്യമുണ്ടോ? കരുത്തുണ്ടോ? ശക്തിയുണ്ടോ? പോരാടാനുള്ള തെളിമയുണ്ടോ? ആ പോരാട്ടമാണ് ബേണിംഗ് ഫയർ ഓഫ് ഡിസയർ ആണ്. ആയിരക്കണക്കിന് മനുഷ്യരെ KPSCയുടെ നാടകത്തിന്റെ ചുറ്റിലും നിന്നിട്ട് ഏത് അബ്ദുസ്സലാമിന്റെ പോലീസ് വന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ കാവലായി തീരാമെന്ന് കോവളത്തിന്റെ മണ്ണിൽ വെച്ചിട്ട് ഊക്കം കൊടുക്കുന്നത്. ആ ഊക്കം നവോത്ഥാനത്തിന്റെ ഊക്കമാണ്. ആ ഊക്കം കുന്നുംപാറയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഊക്കമാണ്. ആ ഊക്കമാണ് പാഞ്ചജന്യത്തിൽ ഉറങ്ങിക്കിടക്കുന്നത്. ഞാനത് കുറച്ചൊന്ന് സംസാരിച്ച് പറയാം. അതുകൊണ്ടാണ് ആ ഉയർത്തിപ്പിടിച്ച കൊടി എന്തിൻ്റെ പ്രതീകമാണ് എന്ന് പിൽക്കാലത്ത് മാർക്സിൻ്റെ കവിതകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 1864 ഒന്നാം ഇന്റർനാഷണലിനെ കുറിച്ച് അത് സ്ഥാപിക്കുമ്പോൾ കാൾ മാർക്സ് നേടിയെടുത്ത ആ ധൈര്യത്തെക്കുറിച്ചിട്ട്, പിന്നിൽ നിൽക്കുന്ന എംഗൽസിനെ കുറിച്ചിട്ട് കാർത്തികേയൻ സാറ് പറയാതെ പറഞ്ഞു. 1867 തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ മൂലധനത്തിൻ്റെ ഒന്നാമത്തെ വോള്യം കുറതീർത്ത് എഡിറ്റ് ചെയ്ത് അടിക്കുറിപ്പുകൾ എഴുതി വെച്ചിട്ട് എംഗൽസിന് കത്തെഴുതും കാൾ മാർക്സ്. കോംറേഡ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ സ്വപ്നത്തിൻ്റെ ഏറ്റവും വലിയ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഒന്നാം വോള്യത്തിൻ്റെ 2/3 ഭാഗവും മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചിട്ടാണ്. മിച്ച മൂല്യത്തെക്കുറിച്ച് മാർക്സ് പിന്നീടേ പറയുന്നുള്ളൂ. മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചിട്ടാണ്. ചാട്ടവാറടി കൊണ്ട് മരിച്ചുപോയിരുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ അർത്ഥം കൊടുക്കുന്ന മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടാണ് കറുമ്പന്റെ മകൾ മാല കേരളത്തിന്റെ പ്രിയപ്പെട്ട സഖാവായി തീരുന്നത്. ആ മാലേന്റെ കയ്യിൽ നിന്ന് കൂടിയാണ് കൊടി പരമുള്ള പിടിച്ചു വാങ്ങുന്നത്. അതുകൊണ്ട് അതോർത്തുകൊണ്ട്, മൃഗയയിലെ ആ എണീറ്റു നിൽപ്പോർത്തുകൊണ്ട്, മൃണാൾദായോടുള്ള സ്നേഹം ഓർത്തുകൊണ്ട്, ആ ചലച്ചിത്രം താൻ കണ്ട ടാഗോർ തിയേറ്ററിലെ കയ്യടികൾ ഓർത്തുകൊണ്ട്, പ്രിയപ്പെട്ട ONV സാറ് ഇവിടെ നിൻവാക്കുറങ്ങാതിരിക്കുന്നു എന്ന് ഒരു കവിത നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ കൂടി ഓർത്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. നിസ്വനാം മർത്യനിൽ ഇരമൃഗമായി കിതയ്ക്കും മനുഷ്യനിൽ ഒരു പിടിയരിവെന്ത വെള്ളത്തിനായി എരിപ്പൊരിക്കൊള്ളും ഈ കൊച്ചു പൈതലിൽ കരൾ നിറയെ പരദുഃഖഭാരവും. ഞാൻ എൻ്റെ വേദനയ്ക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ മുറിവുകൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സ്വത്തിനും വേണ്ടിയിട്ടല്ല, എൻ്റെ നാടിൻ്റെ മോചനത്തിനു വേണ്ടി, എൻ്റെ ലോകത്തിനു വേണ്ടിയിട്ട് സകല ദുഃഖങ്ങളെയും ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കല്യാണം പോലും മറന്നോടിയ ഒരു നാടകകൃത്തിൻ്റെ നാടകമാണ് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. തോപ്പിൽ ഭാസി കോവളത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശൂരനാട് കലാപത്തിലെ സഖാക്കൾക്ക്, രക്തസാക്ഷികൾക്കടക്കം, അവരുടെ കുടുംബങ്ങൾക്കടക്കം പോലീസ് പിടിച്ചകത്തിട്ട് ചമ്മന്തി പോലെ ചവിട്ടി എരിക്കുന്നവർക്ക് കോടതിയിൽ വാദം പറയാൻ വേണ്ടിയിട്ട് ശൂരനാട് ഡിഫൻസ് കമ്മിറ്റിക്ക് വേണ്ടി തോപ്പിൽ ഭാസി എഴുതിക്കൊടുത്ത നാടകം അരങ്ങേറുമ്പോൾ KPSCയുടെ നായകന്മാരായി ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും പറഞ്ഞ കാര്യം, ഭാസി സഖാവേ, നമുക്ക് ഇതിലൊരു പിടിപിടിക്കണം കേട്ടോ, ഇതിൽ കുറച്ച് പ്രേമം വേണം കേട്ടോ, ഇതിൽ കുറച്ച് വിപ്ലവം വേണം കേട്ടോ, വീട്ടിനകത്തിരിക്കുന്ന സുമത്തിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം കേട്ടോ. ആ സുമം അകത്തിരിക്കുകയാണ്. അതിലെ ജന്മിയുടെ മകളാണ് സുമം. സുമം കുടത്തിലടച്ച ഭൂതത്തിനെ പോലെ അകത്തിരിക്കുന്നു. ആ സുമത്തിനെ കൊണ്ട് നമുക്കൊന്ന് പ്രണയിപ്പിക്കണ്ടേ? ആ സുമത്തെ കൊണ്ട് അപരന്റെ ദുഃഖത്തെ നമ്മളൊന്ന് കേൾപ്പിക്കണ്ടേ? ഇങ്ങനെ കേൾപ്പിക്കാനുള്ള തിരുത്തൽ ജനാർദ്ദനക്കുറുപ്പും രാജശേഖരൻ നായരും കൂടി 2 ദിവസം കുത്തിയിരുന്നിട്ട് തോപ്പിൽ ഭാസിന്റെ നാടകത്തെ തലങ്ങും വിലങ്ങും വെട്ടി. ഭാസി എണീറ്റ് നിന്ന് എതിർത്തൊന്നുമില്ല. പ്രേമമാണ് കയറുന്നത്. ഈ പ്രേമമാണ് കുമാരനാശാൻ പറഞ്ഞു തരുന്നത്. നളിനിയിലെ പ്രേമം. നമുക്ക് പ്രേമിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് പട്ടിണി കിടക്കാൻ പോലും നമുക്ക് അവകാശമുണ്ടായിരുന്നില്ല. നമുക്ക് പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. നമുക്കൊരു കൊടി ഉയർത്തിപ്പിടിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഈ മൂല്യങ്ങൾ മുഴുവൻ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴാൻ അവകാശമുണ്ടായിരുന്നില്ല. ഈ അവകാശങ്ങളെ പ്രഖ്യാപിക്കുന്ന ആ ഡിഫൻസ് ഉണ്ടല്ലോ, ആ ഡിഫൻസീവ് മെക്കാനിസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫയർ ഓഫ് ദി ഡിസയർ ഉണ്ടല്ലോ, നിശ്ചയദാർഢ്യത്തിൻ്റെ അഗ്നി. ആ അഗ്നി കൊളുത്തിപ്പിടിച്ചതിനെ ഒരുപാട് വട്ടം കണ്ട കടലിൻ്റെ മുറ്റത്തിരുന്നിട്ടാണ് നമ്മൾ ഈ സമ്മേളനം കൂടുന്നത്.
ഈ കടല് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് മരുത്വാമലയിൽ വെച്ചിട്ടാണ്. മരുത്വാമല കയറിപ്പോയ ചട്ടമ്പി സ്വാമീൻ്റെ കാലടിപ്പാടുകൾ കാണാൻ പറ്റും ബോധമുണ്ടെങ്കിൽ. അതിന് നമ്മൾ ചട്ടമ്പി സ്വാമീൻ്റെ വേദാധികാര നിരൂപണം വായിക്കണം. കൊളുത്ത് സകല യാഗശാലകളുടെയും ആ കൊടിതോരണങ്ങളെ കെടുത്ത് എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞു. എന്നാത്തിനാ യാഗശാലകൾ? ഈ പുരോഹിത ബ്രാഹ്മണർക്ക് കുംഭവീർപ്പിക്കാൻ, ലക്ഷങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാതെ യാഗശാലകൾ കൊണ്ട് നാട്ടിനൊരു പ്രയോജനവുമില്ല എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞു. ആ ചട്ടമ്പി സ്വാമീൻ്റെ അനുകർത്താക്കളാണ് ഇന്ന് യാഗശാലകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നത്. കരി വേണ്ട, കരിമരുന്ന് വേണ്ട എന്ന് പഠിപ്പിച്ചു ശ്രീനാരായണൻ. തപസ്സു ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന് ചോദിച്ചവരോട് തപസ്സിന് അവകാശമുള്ളത് എങ്ങനെ എന്ന് കാട്ടിത്തരാമെന്ന് ആദ്യം കടലിൽ ഇറങ്ങിയിട്ട് പിന്നെ കരയിൽ കയറിയിട്ട് സ്ഥാപിച്ചു തന്നവൻ അയ്യാ വൈകുണ്ഠൻ. ആ വൈകുണ്ഠനെ കുറിച്ചൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് ഈ കോവളത്തുകാരനായ പ്രിയപ്പെട്ട സതീഷ് കിടാരക്കുഴി സാറാണ്. കിടാരക്കുഴി എന്നെയും കൊണ്ട് മരുത്വാമലയിൽ ആദ്യം പോയി. അദ്ദേഹം സ്വാമിത്തോപ്പിലേക്ക് പോയി. ഇത് മുന്തിരിക്കിണർ, ഈ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ചാൽ അത് മുന്തിരി പോലെ രുചിക്കും എന്ന് പറയുന്നത് ദാഹത്തെ ശമിപ്പിക്കുമെന്നാണ്. വാട്ടർ ഒരു തെറാപ്യൂട്ടിക് ഏജന്റാണ്. എനിക്കൊരിച്ചിരി കുടിതീര് തരുമോ എന്ന് ചോദിച്ചല്ലോ ആ പെൺകുട്ടി നായകനോട്. ചാമരപ്പെൺ കിടാത്തി ചോദിച്ചല്ലോ. ആ മുനി ആനന്ദൻ ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, അങ്ങ് എന്ത് ചോദിക്കുന്നു ജാതി? അയ്യോ, ഞാനൊരു ചാമരപ്പെൺ കിടാത്തി. മുനി പറഞ്ഞത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ആ വാക്യം ഭഗവാൻ ബുദ്ധനെ ഓർത്തിട്ടാണ്, അജാതശത്രുവിൻ്റെ ഭഗവാൻ ബുദ്ധനെ ഓർത്തിട്ടാണ് കുമാരനാശാൻ കവിതയിൽ എഴുതി വെച്ചതെങ്കിലും ആശാൻ അത് എഴുതാൻ പ്രചോദനം കൊടുത്തത് ഈ കേരളത്തിൻ്റെ കൾച്ചറൽ സിംബയോസിൻ്റെ സർഗശക്തിയാണ്. അതിൻ്റെ പിറകിലിരിക്കുന്ന കേരള നവോത്ഥാനത്തിൻ്റെ ശക്തിയാണ്. ആ വെള്ളം കൊടുത്തിട്ട് ആനന്ദന് ദാഹം തീർത്തു. അല്ലയോ പെണ്ണേ ചാമരക്കിടാത്തി സഹോദരി, നീ കൊടുത്ത ഈ വെള്ളമുണ്ടല്ലോ, ഈ വെള്ളം അന്തമറ്റ സുഹൃതഹാരങ്ങൾ, നീ കൊടുത്ത ഓരോരോ തുള്ളി വെള്ളവും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ആ പെൺകുടിയെക്കുറിച്ച് ആശാൻ പറഞ്ഞത്, പെണ്ണെ, മോളെ, സഹോദരി, നീ കൊടുത്ത ഓരോരോ തുള്ളിയും വെള്ളത്തിൻ്റെ ഓരോ വാട്ടർ മോളിക്യൂളും ആ സൂക്ഷ്മതയുടെ പേരാണ് കേരള നവോത്ഥാനം. ആ കേരള നവോത്ഥാനം ആ അർത്ഥത്തിൽ സമ്പൂർണമാണ്. അതുകൊണ്ടാണ് കോവളത്തെ മനുഷ്യർ പറഞ്ഞത്, ഈ നാടകം നിരോധിക്കാൻ ഏവൻ വന്നാലും അവനെ ഒന്നും ഞങ്ങൾ അടുപ്പിക്കത്തില്ല. അപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് ആശ്വസിപ്പിച്ചു, അത്ര ആവേശം വേണ്ട. പാളയത്തുനിന്ന് പോലീസുകാർ പുറത്തു വന്ന് നിൽക്കുക. അന്ന് പാളയ സ്റ്റേഷനാണ്. പാളയത്തുനിന്ന് പോലീസുകാർ പുറത്തു വന്ന് നിന്നപ്പോൾ ജോർജാണല്ലോ പാട്ട് പാടുന്നത്. ഇല്ലിമുള്ളം കാടുകളിൽ പാടി വരും, പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് ജോർജ് ഇല്ല എന്നാണ് ചരിത്രം പറയണത്. അപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് പാട്ട് ഏറ്റെടുത്തു. ഡ്രംബെല്ല് പോലെയുള്ള ശബ്ദത്തിൽ ആ പാട്ടങ്ങ് ഏറ്റെടുത്തു. തബലയെടുത്ത് പുറത്തു വെച്ചു, മൃദംഗമെടുത്ത് മുന്നിൽ വെച്ചു. പാളയം പോലീസ് സ്റ്റേഷന്റെ മുന്നിലിരുന്നിട്ട് കൊട്ടോട് കൊട്ട് ആരംഭിച്ചു ആ സഖാക്കൾ. അന്ന് ഈ നാടകത്തിലെ പരമപിള്ളേൻ്റെ വേഷം അവതരിപ്പിക്കുന്ന കാമ്പിശ്ശേരി കരുണാകരൻ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ, തിരുക്കൊച്ചി നിയമസഭയിലെ MLA ആണ്. ആ MLA അവിടെ പിറ്റേന്ന് സമ്മേളനത്തിന് ചെല്ലുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, നാടകം നിരോധിച്ചതിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഒരു മെമ്പർ ഒരു കത്ത് തന്നിട്ടുണ്ടല്ലോ, എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ വേഷം? അപ്പം പരമപിള്ള പറഞ്ഞത്, കാമ്പിശ്ശേരി പറഞ്ഞത്, മിസ്റ്റർ ചെയർ, ദ റെസ്പെക്റ്റഡ് ചെയർ, അങ്ങേക്ക് ഈ നാടകം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിരോധിക്കപ്പെട്ട ഈ നാടകം ഞങ്ങൾ ഈ സഭയിൽ അവതരിപ്പിക്കട്ടെ. അപ്പോൾ അറിയാൻ പറ്റും കാമ്പിശ്ശേരി കരുണാകരൻ MLA ഏത് വേഷമാണ് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കേരള ചരിത്രത്തിലൊരു പൊട്ടിത്തെറിയായി തീരുമായിരുന്നു. തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്കകത്ത്, തിരുക്കൊച്ചി നിയമസഭയ്ക്കകത്ത് പരമമുള്ള ആ കൊടിയിങ്ങതാ മക്കളെ ഞാനൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ എന്ന ചോദ്യം അവിടം കൊണ്ടും കാമ്പിശ്ശേരി നിർത്തിയിട്ടില്ല. കാമ്പിശ്ശേരി ഭരണപരമായ ഒരു സൂക്ഷ്മ ചൂണ്ടൽ അവിടെ നടത്തിയിട്ടാണ് അന്ന് ചോദ്യത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, റെസ്പെക്റ്റഡ് ചെയർ, ഈ നിരോധനം കൊണ്ട് തിരുക്കൊച്ചിയിൽ സംഭവിച്ച ഒരു അപകടത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയെ പോലീസ് പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കോവളത്ത് വെച്ച് കണ്ടത്. ഞങ്ങളുടെ നാടകം നിരോധിച്ചപ്പോൾ ഞാൻ ആ പോലീസ് ഓഫീസറോട് മജിസ്ട്രേറ്റിനോട് ചോദിച്ചു, മജിസ്ട്രേറ്റ് എന്താണ് കാരണം? അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞത്,
കാരണം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പോലീസുകാർ പറഞ്ഞു ഇത് നിരോധിക്കാൻ, ഞാനതുകൊണ്ട് നിരോധിച്ചിരിക്കുന്നു. നോക്കൂ, നവോത്ഥാനം ഇങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്. വർഗബോധം ഇങ്ങനെയാണ് സൂക്ഷ്മ ജീവിതത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് നവോത്ഥാനത്തെ വിമർശിക്കുകയും ചെയ്യാം എന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് കാണിച്ചു കൊടുത്തത്. പ്രൈഗ് സർക്കിളിനെ കുറിച്ചിട്ട് കാർത്തികേയൻ സാറാണെന്ന് തോന്നുന്നു ഇവിടെ പറഞ്ഞല്ലോ. ആ പ്രൈഗ് സ്കൂൾ ഒരു വർഷത്ത് നടക്കുമ്പോൾ ലിംഗ്വിസ്റ്റിക്സിലെ അതികായന്മാരായ ചിന്തകന്മാരിൽ നിന്ന് അടർന്നു മാറി ഫ്രാങ്ക്ഫർട്ടിൽ സ്ഥാപിക്കപ്പെട്ട നാസിസത്തിനെതിരെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഗിനെ മുസോളിനിയും ഹിറ്റ്ലറും ചൂണ്ടയിട്ടപ്പോൾ അവിടെ നിന്ന് ചാടി ന്യൂയോർക്കിലേക്ക് പോയിട്ട് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഉണ്ടാക്കിയെടുത്ത വലിയ ചിന്തകന്മാരിൽപ്പെട്ട അഡോണോയും മാക്സ് ഹോർഖെയ്മറും എഴുതിയ പ്രസിദ്ധമായ ഒരു ലേഖനമുണ്ട്, എൻലൈറ്റൻമെന്റ് ആസ് മാസ് ഡിസെപ്ഷൻ. ഈ ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ. പട്ടിണി കിടക്കുന്നവരുടെ കയ്യിലേക്ക് മൂലധനത്തെ കൊണ്ടു കൊടുക്കുക, പട്ടിണി കിടക്കുന്നവർക്കിടയിലേക്ക് ആധുനികതയെ കൊണ്ടുവരിക, പട്ടിണി കിടക്കുന്നവർക്കിടയിൽ രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ നിർമ്മിച്ചെടുക്കുക, എന്നിട്ട് സുഗമമായ ആധുനിക വ്യാപാരപാതകൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ വലിയ പ്രക്രിയയെ ഒരു കൂട്ടച്ചതിയായി, ഒരാൾക്കൂട്ടച്ചതിയായി, ഒരു ലോകൈക ചതിയായി അടയാളപ്പെടുത്തുന്ന എൻലൈറ്റൻമെന്റ് ആസ് മാസ് ഡിസെപ്ഷനിൽ അഡോണോയും ഹോർഖെയ്മറും പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മൂലധനം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഇത് എത്രയോ കാലമായി അവർ എഴുതിയിട്ട്. ഈ പുസ്തകം തന്നെ ഞാൻ വായിച്ചു തീർന്നിട്ട് കുറേ കാലമായി. ഒരു 10-70 കൊല്ലത്തിന് മേലായി ഈ ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിലവർ പറയുന്നൊരു കാര്യം, നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ഞാനെന്ന ബോധമുണ്ടല്ലോ, എൻ്റെ കോൺഷ്യസ്നെസ്സിനെ പിടിച്ചെടുക്കാൻ ക്യാപിറ്റലിസത്തിന് കഴിയുന്ന ഒരു സൂത്രവാക്യത്തെക്കുറിച്ച് ഹോർഖെയ്മർ സൂക്ഷ്മമായി അതിൽ പറയുന്നുണ്ട്. ഈ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ നീ ആർക്കും കൊടുക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് പരമപിള്ള ചെയ്തത്. അയാൾ സാറ് പറഞ്ഞതുപോലെ ആചാരത്തിൻ്റെ ആവലിച്ചു കളഞ്ഞിട്ട് ചാരമാക്കി മാറ്റിയിട്ട് അതേവരെയുള്ള സകല ആന്ധ്യത്വത്തെയും, ഇടശ്ശേരി പറയുന്നത് പോലെ ഈ തറവാടിത്ത മഹിമയെ മുഴുവൻ കളഞ്ഞിട്ട് തൻ്റെ മകൻ്റെയും മകളുടെയും മാലയുടെയും ഒക്കെ കൂടെ വന്നിട്ട് ഈ ചുവന്ന കൊടിയിൽ പിടിച്ചപ്പോൾ അയാളുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ സാമൂഹിക ചേതന കൊണ്ട് എരിച്ചു കളഞ്ഞു. എന്നിട്ട് വർഗബോധം കൊണ്ട് അതിനെ വികസിപ്പിച്ചു. പക്ഷേ ഹോർഖെയ്മറെ ചൂണ്ടിപ്പറഞ്ഞാൽ നമ്മുടെ കാലം ഈ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാലമാണ്. നീ ഏത് ജാതിയിൽ പിറന്നവൻ, നീ ഇന്ന ജാതിയിൽ പിറന്നവനാണെങ്കിൽ ആ ജാതി കൊണ്ട് നമുക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജാതിബോധമാണ്, ഈ മതബോധമാണ് മുസഫർ നഗറിൽ വർഗീയ കലാപത്തിനിടയിൽ പ്രവർത്തിച്ചത്. ഈ മതബോധമാണ് ഗോദ്ര കലാപത്തിൻ്റെ സന്ദർഭത്തിൽ പ്രവർത്തിച്ചത്. കോവളത്ത് നിന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകമായ സന്തോഷമുള്ളത് എന്തെന്നാൽ, ഗോദ്ര കലാപഘട്ടത്തിൽ ഗർഭിണിയുടെ വയറ് പിളർന്ന് എന്ന് നമ്മൾ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയാറില്ലേ, അത് കേവലമായ കേൾവിയൊന്നുമല്ല. 984 സിഖ് കലാപം നടക്കുമ്പോൾ അന്ന് കൊലപാതകികളിൽ ഒരാൾ ചെയ്ത പരിപാടി ഒരു ടയർ മൊത്തത്തിൽ കത്തിച്ചിട്ടൊരു കുഞ്ഞിൻ്റെ കഴുത്തിലോട്ടിട്ട് കൊടുക്കുക. കുഞ്ഞിൻ്റെ കഴുത്തിൽ. ആലോചിച്ച് നോക്കൂ, കലാപങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നറിയാൻ ഹോർഖെയ്മർ എങ്ങനെ സഹായകമാകുമെന്നാണ് ഞാനീ പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എങ്ങനെ അപകടകരമായി തീരുമെന്നാണ് ഞാനീ പറയുന്നത്. ഇത് തന്നെയാണ് തലശ്ശേരി കലാപത്തിലും പ്രവർത്തിച്ചത്, ഇത് തന്നെയാണ് ചാലകലാപത്തിലും പ്രവർത്തിച്ചത്, ഇത് തന്നെയാണ് ഒറീസയിൽ കന്തമാലിൽ പ്രവർത്തിച്ചത്. എത്ര പേരെ കൊന്നുകൊല വിളിച്ചു. ഇത് തന്നെയാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവിക്കുന്ന പ്രക്രിയകൾക്കെല്ലാം പിറകിൽ പ്രവർത്തിക്കുന്ന ധൈഷണിക ബോധം ഏത് എന്ന ചോദ്യത്തിന് ഹോർഖെയ്മറെ ഉദ്ധരിച്ച് തന്നെ ഞാൻ പറയാം, 90കളിൽ ദൂരദർശനിലൂടെ കാണിച്ചു കൊണ്ടിരുന്ന ആ സീരിയലാണ് കാരണം. നമ്മൾ വായിച്ച അധ്യാത്മരാമായണമല്ല ആ സീരിയലിൽ കാണിച്ചത്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. വിനായകണ്ണൻ ഇവിടെ ഉണ്ടല്ലോ. രാമകഥപ്പാട്ടിൻ്റെ പുതിയ ആവിഷ്കാരത്തെ കയ്യിലേന്തിയ വിനായകണ്ണൻ അറിയാലോ. നമ്മൾ പഠിച്ച രാമകഥപ്പാട്ടല്ല ടെലിവിഷൻ സീരിയലിലൂടെ നമ്മൾ കണ്ടത്. കുഞ്ചൻ നമ്പ്യാർ തുള്ളിയ രാമായണമല്ല നമ്മൾ അതിലൂടെ കണ്ടത്. നമ്മൾ കണ്ടത് ചീരാമൻ്റെ രാമായണമല്ല. ഇതെല്ലാം പറയുമ്പോൾ ഇതിനെല്ലാം കോവളവുമായും ബന്ധമുണ്ട് എന്ന് കാണണം. അതിനെ മുഴുവൻ അടിച്ചു തകർത്തുകൊണ്ട് ഒരു പുതിയ വിഷ്വൽ ഇമ്പീരിയലിസം, ഒരു പുതിയ ദൃശ്യ മുതലാളിത്തം, ഒരു പുതിയ മൗലികവാദ ഫണ്ടമെന്റലിസം, ഒരു ഫണ്ടമെന്റൽ ക്യാപിറ്റലിസം,
മൗലികവാദത്തിൽ അധിഷ്ഠിതമായ ഒരു മൂലധന സാമ്രാജ്യത്വ വർഗീയത നാട് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് സകലമാന ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെയും ഈ മൂലധന താല്പര്യങ്ങൾക്കകത്ത് കൊണ്ടുവന്ന് ഒറ്റയൊറ്റ കള്ളികളായി മാറ്റി കത്തിക്കെങ്കിൽ കത്തിക്ക്, വലിച്ചു കീറെങ്കിൽ വലിച്ചു കീറ് എന്ന് ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമാന്യബോധം തീർച്ചയായിട്ടും നവോത്ഥാനത്തിൻ്റെ സകലമാന വെളിച്ചങ്ങളെയും ആ ഫയർ ഓഫ് ദി ഡിസയർ എന്ന് പറയുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ സകലമാന അഗ്നികളെയും തുടച്ചു നീക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് കാലും കൈയും കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ നാം ആലോചിക്കേണ്ടതുണ്ട്, നാം ആരെയൊക്കെയാണ് തള്ളിക്കളയുന്നത് എന്ന്. ഞാൻ നീട്ടുന്നില്ല, ചുരുക്കാം. അയ്യങ്കാളിയെ തള്ളിക്കളയുകയാണ്. അയ്യങ്കാളി ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആളല്ല. ഇന്നിപ്പോൾ നമ്മൾ അയ്യങ്കാളി നടത്തിയ കണ്ടലയിലെ കർഷക സമരത്തെ ഒന്ന് പുനർവായിക്കുമ്പോൾ ആ കർഷക സമരം എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ സമരമല്ല. ഞാൻ പോലും ഇന്ന് വരെ വിചാരിച്ചിരുന്നത് അതൊരു വൺ ഡയമെൻഷണൽ സമരമാണ്. ഊരിട്ടമ്പലത്ത് ബെഞ്ച് കത്തിച്ചതിൻ്റെ പേരിൽ എൻ്റെ പഞ്ചമീന് പഠിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ ഒരൊറ്റ വയലിലും വിളവുണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു വൺ ഡയമെൻഷണൽ സമരമായിട്ടാണ് ഞാനതിനെ വിചാരിച്ചിരുന്നത്. ഞാൻ സ്കൂളിൽ പോയിരുന്നത്, ഞാൻ കോളേജിൽ പോയിരുന്നത് ആറാലുമൂട് ചന്തയുടെ മുമ്പിലൂടെയാണ്. എൻ്റെ ആറാലുമൂട് ചന്തേൻ്റെ മുമ്പിലൂടെയാണ്. എനിക്കറിയുമായിരുന്നില്ല ഈ ആറാലുമൂട് ചന്തയിലേക്ക് വില്ലുവണ്ടിയിൽ വരുമ്പോഴാണ് ചാലിയത്തെരുവിൽ വെച്ചിട്ട് വലിയ കലാപം നടന്നത്. ഈ ചാലിയത്തെരുവിനകത്തൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോയിരുന്നത്. ആ ചാലിയത്തെരുവ് കലാപം നടക്കുമ്പോൾ അതിനെ സധൈര്യം നേരിട്ട ഒരു പറ്റം പോരാളികളുടെ കയ്യിലാണ് കേരളം എന്നെനിക്കറിയുമായിരുന്നില്ല. പക്ഷേ ആ കർഷക സമരം നടക്കുന്നതിന് മുന്നോടിയായി അയ്യങ്കാളി നിർമ്മിച്ചു വെച്ച മാനിഫെസ്റ്റോ കൂടിയുണ്ട്. അദ്ദേഹം ഒരു നിരക്ഷരനായിരുന്നു. പ്രജാസഭയിൽ നിരക്ഷരൻ്റെ ചുണ്ടുകൾ കൊണ്ട് അക്ഷരാഭ്യാസത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച മഹാമനുഷ്യനായിരുന്നു, ഒരു മഹാമേരുവായിരുന്നു. അതുകൊണ്ട് പാഞ്ചജന്യത്തിൽ പുതിയ സ്മാരകം വരുമ്പോൾ ആ പാഞ്ചജന്യത്തിൻ്റെ ഭാരവാഹികളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു, അവിടെ വരേണ്ടത് അയ്യങ്കാളിയുടെ പ്രതിമയല്ല, അയ്യങ്കാളി വില്ലുവണ്ടിയിലിരിക്കുന്ന പ്രതിമയാണ്. ആ വില്ലുവണ്ടി പ്രതിമയ്ക്ക് മുകളിൽ തലപ്പാവും കൊട്ടും ധരിച്ച ഈ മഹാമനുഷ്യൻ, ഹിമാലയം പോലെ വലിയ മനുഷ്യൻ അങ്ങനെ ഇരിക്കണം. അപ്പോൾ എല്ലാ റൂട്ടുകളും പാഞ്ചജന്യത്തിന് മുമ്പിലൂടെ തിരിച്ചുവിടണം. ഈ അയ്യങ്കാളി പറഞ്ഞത്, ജന്മിമാരോട് നിങ്ങൾ പോയി പറയണം, 7 ദിവസവും പണിക്കിനി പറ്റില്ല, 6 ദിവസം പണി, 1 ദിവസം ഞങ്ങൾക്ക് സമാജം കൂടണം, ദുഃഖങ്ങൾ കേൾക്കണം, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ സാമൂഹിക ചേതനയായി ഞങ്ങൾക്ക് സംസ്കരിക്കണം. 2, നിങ്ങൾ അവരോട് പറയണം, നാളെ മുതൽ കൂലി നെല്ലായിട്ട് വേണ്ട കേട്ടോ, പണമായിട്ട് തന്നാൽ മതി. നീയൊക്കെ തരുന്ന നെല്ല് കുത്തി കുത്തി രാത്രി ഉറങ്ങാനും കഴിയാതെ ഞങ്ങൾ ഇരുട്ട വെളുക്കുന്നതിനു വേണ്ടി അടിമപ്പണി ചെയ്യുന്ന പരിപാടി ഇനി വേണ്ട, കൂലി പണമായിട്ട് വേണം. ആധുനിക സമ്പദ് ശാസ്ത്രത്തിലേക്ക് സാമൂഹിക ചേതനയെ കൊണ്ടുവരുന്ന ഈ ചൈതന്യം ആലപ്പുഴ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വാടാപ്പുറം ബാവ ചെയ്തിട്ടുണ്ടല്ലോ. ട്രാവൻകൂർ ലേബർ യൂണിയൻ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. തൊഴിലാളി വർഗത്തിൻ്റെ ആ സംബോധനയിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് ഒരു വർഗത്തെ മുഴുവൻ അയ്യങ്കാളി കൊണ്ടുവരുമ്പോൾ ഇത് പുലയർക്ക് വേണ്ടി മാത്രമുള്ളത്, ഇത് പുലയ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നുള്ളതായിരുന്നില്ല അയ്യങ്കാളിയുടെ ലക്ഷ്യവും ഉള്ളിലെ ദീർഘദർശനവും. അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം നേടണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ മൂല്യത്തെ മുഴുവൻ തകർത്ത് കളയുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധ്യം നമുക്കിടയിലേക്ക് നമ്മളറിയാതെ പടർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർക്കിടയിലേക്കെന്നല്ല, കുഞ്ഞു കുട്ടികൾക്കിടയിലേക്ക് വരെ പടർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾ പരസ്യമായി അംബേദ്കറെ പരിഹസിക്കുന്നത്. ചോദ്യം, അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോവില്ല എന്നാണ്. ഞാനതിന് മറുപടി പറയാനുള്ള വലിപ്പം എനിക്കുള്ളത് കൊണ്ടല്ല. ഇതിനെല്ലാമുള്ള മറുപടി ഈശാവാസ്യോപനിഷത്തിലുണ്ട്. ചോദിക്കും, എന്തിന് ഈശാവാസ്യോപനിഷത്തിനെ ഞാൻ ഉദ്ധരിക്കുന്നുവെന്ന്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു കഴിഞ്ഞ് ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഒരു അഭിനന്ദനം രേഖപ്പെടുത്താൻ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ആശ്രാമം മൈതാനിയിൽ കൂടിയപ്പോൾ ആ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധി അന്ന് തൻ്റെ പ്രസംഗം എന്നത്
വിശുദ്ധമായ അനേകം വചനങ്ങൾ കൊണ്ട് കുത്തിക്കെട്ടുകയോ ദീർഘദർശനമുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി കൊണ്ട് അതിനെ വികസിപ്പിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് ഈശാവാസ്യോപനിഷത്തിലെ 4 വരി, ഒരൊറ്റ ശ്ലോകം 1.5 മണിക്കൂറാണെന്നാണ് എൻ്റെ ഓർമ്മ, വ്യാഖ്യാനിച്ച പ്രസംഗത്തെ അവസാനിപ്പിക്കുകയാണ്. ഈശാവാസ്യമിതം സർവം യത് കിംച ജഗത്യാം ജഗത്. ഗുരു ഒരൊറ്റ ഉപനിഷത്ത് മാത്രമേ വിവർത്തനം ചെയ്തിട്ടുള്ളൂ, അത് ഈശാവാസ്യ ഉപനിഷത്താണ്. ആ ഗുരുവിൻ്റെ വിവർത്തനം എങ്ങനെയെന്നാൽ, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്ന് പറഞ്ഞാൽ അംബേദ്കറിലും ദൈവമുണ്ട്. അപ്പം ആരെയാ ധിക്കരിച്ചത്? ഈശാവാസ്യോപനിഷത്തിനെയാണ്. ഈശാവാസ്യോപനിഷത്തിൻ്റെ പിന്നീട് വരുമ്പോൾ ഒരു ശ്ലോകത്തിലുണ്ട്, നശ്വരങ്ങളായ ദേവപിതൃമാനവാദികളെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന ഘോരാന്ധകാരത്തിൽ പതിക്കുന്നു. ഈശാവാസ്യമാണ്. ഈശാവാസ്യത്തിൻ്റെ ഡയലക്റ്റിക്സ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് മാക്സ് മുള്ളർ വായിച്ച വായനയല്ല, ഗുരു വായിച്ച വായനയാണ് നടത്തുന്നത്. പിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന ഘോരാന്ധകാരത്തിൽ ചെല്ലും. അവിനാശിയായ പരമാത്മാവിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച് മിഥ്യാഭിമാനത്തോടുകൂടി പറയുന്നവരും ഘോരാന്ധകാരത്തിൽ തന്നെ പതിക്കും. ലോകത്തിലുള്ള സകലമാന വർഗീയവാദികളും ഈശ്വരന്മാരെ കുറിച്ച് മിഥ്യാഭിമാനം വെച്ച് പുലർത്തുന്നവരാണ്. ഇപ്പോൾ ഞാൻ ഈശ്വര വിശ്വാസിയാണോ അല്ലയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനത്തിൽ ഈശ്വരനെ കുറിച്ചാണോ പറയേണ്ടതെന്നുള്ളതല്ല ഞാൻ പറയുന്ന വിഷയം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സാംസ്കാരിക സമ്പത്തിക്കുള്ളിൽ കിടക്കുന്ന ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഈശ്വരൻ സകലേടത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കുന്നവർക്ക് ചോറ്റിന് ചോറ്, പഠിക്കാത്തവർക്ക് പാഠം. അതാണല്ലോ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ സോളംലി കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ആസ് എ സോവറിൻ കൺട്രി. വാക്യങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ആസ് എ സോവറിൻ കൺട്രി. ഇത് ആരുടേതാണ് എന്നുള്ള തർക്കമുണ്ട്. നെഹ്റുവിൻ്റെതാണോ, മുൻഷിയുടേതാണോ, അംബേദ്കറുടേതാണോ എന്നുള്ള ഡിസ്പ്യൂട്ടുണ്ട്. ഈ ഡിസ്പ്യൂട്ടിനെ മുഴുവൻ സംസാരിച്ചുകൊണ്ട് അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്രിയാമ്പിൾ എങ്ങനെ അംബേദ്കറുടെ പ്രിയാമ്പിളായി മാറുന്നു? പട്ടിണി കിടന്നവനാണ്, മുൻബെഞ്ചിൽ നിന്ന് പോയിട്ട് പിൻബെഞ്ചിൽ പോലും ഇരിക്കാൻ അവകാശമില്ലാത്തവനാണ്, അടികൊണ്ട് വീണവനാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും പറയാൻ അർഹനെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അതിനർഹതയുള്ള ഒരാൾ ഞാനാണെന്ന ബോധ്യത്തോടുകൂടി ഈ നാട്ടിലെ അൺടച്ചബിൾസിനു വേണ്ടി, ഈ നാട്ടിലെ മൈനോറിറ്റീസിന് വേണ്ടി, ഈ നാട്ടിലെ പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി ഘോരം വാദിച്ച അംബേദ്കർ ദൈവവിശ്വാസമില്ലാത്തവരുടെ പോലും ആശ്വാസമാണ്. മാർക്സിന്റെ വാക്യം ഉപയോഗിച്ച് പറഞ്ഞാൽ, ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമേ എന്ന് മാർക്സ് വിളിച്ച വിളി ഹൃദയമില്ലാതിരുന്ന ഈ നാടിന്റെ ഹൃദയമായി തീർന്ന അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള സൂചനയാണ്.